നമസ്കാരം സനോജി. നമസ്കാരം. കാലങ്ങൾക്ക് ശേഷം അതായത് ബി ജെ പിയുടെ കുറേ നാളത്തെ സ്വപ്നം പ്രവർത്തന ഫലങ്ങളുടെ ഭാഗമായി നിരവധി ബലിദാനികളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് 3 MLA മാർ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുകയാണ് കേരളത്തിൽ. അതൊരു ചരിത്ര വിജയം തന്നെയാണ്, ഒരു വൻ വിജയം തന്നെയാണ്. ഒരു പക്ഷേ 3 ഇരട്ടി സീറ്റ് എന്ന് പറഞ്ഞാലും നമുക്ക് അതിശയോക്തിയില്ല. അത്തരത്തിൽ 3 പേർ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് 2 പേർ. കൊല്ലം ജില്ല പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിരുന്ന ചാത്തന്നൂറാണ് കാലങ്ങളോളം അവിടെ ഒന്നോ രണ്ടോ ആൾക്കാർ, എനിക്കൊന്ന് 1991 എന്തോ പ്രതാപവർമ്മ തമ്പാനും അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാരൊഴിച്ച് ചാത്തന്നൂരിൽ ആരും തന്നെ വിജയിച്ചിട്ടില്ല. അതൊരു ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. ആ കോട്ട തകർത്ത് ബി ജെ പിക്ക് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞു, എൻ ഡി എക്ക് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞു. എന്ത് തോന്നുന്നു, എന്താ ഇനിയൊരു നിയമസഭയിൽ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും? 2 കേന്ദ്രമന്ത്രിമാരും ഒരു ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. അല്ല, അത് തന്നെയാണ് ഹരി ഈ പാർട്ടിയുടെ ഒരു വൈവിധ്യവും ഒരു പ്രത്യേകതയും. കാര്യം ഈ പാർട്ടിയിൽ എല്ലാ വിഭാഗക്കാരുമുണ്ട്. അവരെല്ലാവരും അടിസ്ഥാനപരമായി പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. ഇതിൽ കേന്ദ്രമന്ത്രിമാരുണ്ട്, നല്ല പാർലമെൻറ്റേറിയൻസ് ഉണ്ട്, അതിനൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ എലക്ട് ചെയ്യപ്പെട്ട 3 പേർ, അവരിൽ തന്നെ 2 പേർക്ക് പാർലമെൻ്ററി പരിചയമുള്ളവരാണല്ലേ. അതെ. ഡൽഹി രാഷ്ട്രീയത്തിൽ കൃത്യമായ അവഗാധമായ അറിവുള്ളവരാണ്. ഒരാൾ ഇവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയത്തിലൂടെ കടന്നു. പക്ഷേ ഇവരെല്ലാവരും ചെന്നെത്തുന്നത് ഇപ്പോൾ കേരള നിയമസഭയിൽ ബി ജെ പിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേട്ടം. ഏറ്റവും താഴേക്കിടയിലുള്ള ആളും മുകളിലുള്ളവരും എല്ലാം ഒരേപോലെ എത്തുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ബി ജെ പിയെ എക്കാലത്തും മഹത്തരമാക്കിയിട്ടുള്ളതും. കാര്യം പ്രസ്ഥാനം കടന്നു വന്ന വഴികൾ അത്തരത്തിലാണ്. കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടായി കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി എത്ര ബലിദാനികൾ കേരളത്തിൽ ഉണ്ടായി. ആ ബലിദാനികളുടെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ തൃണവൽഗണിച്ച് ഇവിടെ പ്രവർത്തിച്ച പ്രവർത്തകർ, ഇന്നും പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു നിയമസഭയിലേക്ക് അവരുടെ ഒരു പ്രതിനിധി ചെന്നെത്തണമെന്ന്. 2010 വർഷം മുമ്പ് ഒരിക്കൽ അത് സംഭവിച്ചു. പക്ഷേ പിന്നീട് ആ അക്കൗണ്ട് പൂട്ടിപ്പോയി. ഇപ്പോൾ അതിന് പകരം ചോദിച്ചത് 1 പകരം 1 പിഴച്ചാൽ 3 എന്നാണ്. അപ്പോൾ ആ കണക്കിന് 3 MLA-മാരെയാണ് നമ്മൾ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത്, ബി ജെ പി എത്തിച്ചിരിക്കുന്നത്. വലിയ നേട്ടം തന്നെയാണ് ബി ജെ പിക്ക് ഇതിലൂടെ കൊയ്യാനുള്ളതും പറയാനുള്ളതും. ഹരി, തീർച്ചയായിട്ടും 3 MLA-മാർ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഏറെ നേട്ടങ്ങൾ ബി ജെ പിക്കുണ്ട്. അത് പക്ഷേ അതിനേക്കാൾ ഉപരി അപ്പോൾ നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ രാഷ്ട്രീയം ഇനി ഉണ്ടാവില്ല. അത് തന്നെയാണ് സത്യം. കാര്യം കാലാകാലങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇടത് വലത് മുന്നണികളുടെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് നിയമസഭകളിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനി അവിടെ നടപ്പാകില്ല എന്നുള്ളതാണ്. ഒരു 3ാം സ്വരം അവിടെ ഉയരും. കാര്യം അതുകൊണ്ട് തന്നെയാണ് ഒരു ബദൽ ശക്തിയായി ജനങ്ങൾ ഇപ്പോൾ എൻ ഡി എ മുന്നണിയെ കണ്ടിട്ടുള്ളത്. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 MLA-മാരെ ഇപ്പോൾ നിയമസഭയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു 3 MLA-മാരെന്ന് വിചാരിച്ച് അവരുടെ ശക്തി കുറഞ്ഞു എന്ന് കണക്കാക്കണ്ട. ഒരു 30-ഉം 300-ഉം ആക്കാൻ കഴിവുള്ള 3 പേർ തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ വരുന്ന UDF-ൻ്റെ 144 MLA-മാരോടും LDF-ൻ്റെ 35 MLA-മാരോടും കിടപിടിക്കത്തക്കവണ്ണം ശക്തിയുള്ള 3 പേർ തന്നെയാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്നും നിയമസഭയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇനി അവിടെ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയവും രഹസ്യ നീക്കങ്ങളും ഒന്നും നടക്കില്ല എന്ന് സാരം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, ഈ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി ഉണ്ടാകുന്ന ചില ബില്ലുകളുണ്ട്. ഇപ്പോൾ സി എ പോലുള്ള ബില്ലുകൾ വളരെ നിർണായകമായിട്ട് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൈഗ്രേഷൻസ് സംഭവിക്കുകയും അത് ഡെമോഗ്രഫിയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും നമ്മുടെ പൗരന്മാർക്ക് യഥാവിധി നമുക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സ്കീമുകൾ എത്തിച്ചേരാത്ത, അതിൻ്റെ ഗുണഫലം ലഭ്യമാകാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാളുകൾ. അത്തരത്തിലുള്ള ഏറ്റവും നിർണായകമായി പൗരനെ നേരിട്ട് ബാധിക്കുന്ന ചില ബില്ലുകൾക്കെതിരെ പോലും കേരളത്തിൻ്റെ നിയമസഭയിൽ യോജിച്ചുകൊണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കുവാൻ വേണ്ടിയിട്ട് ഇടതു വലത് മുന്നണികൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബില്ലുകൾ വരുമ്പോൾ ഇനി എതിർപ്പിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി ദേശീയ വിഷയങ്ങളിൽ ദേശീയ വിഷയങ്ങളിൽ ദേശത്തിന് എതിരായിട്ട് കേരള നിയമസഭ സഞ്ചരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താനുള്ളൊരു ശബ്ദ സാന്നിധ്യമായി മാറും അല്ലേ? തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നാളുകൾ പോലെ അല്ല. ഇപ്പോൾ ഇന്ന് തന്നെ മാരാർജി ഭവനിൽ 3 MLA-മാരെയും സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അവിടെ പ്രസംഗിച്ച വി മുരളീധരൻ MLA, അദ്ദേഹം കഴക്കൂട്ടത്തിൻ്റെ MLA ആണ്. അദ്ദേഹം പറഞ്ഞത്
ഈ ഇവർ നിയമസഭയിൽ എത്തുമ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ UDF എന്താണ് അവരുടെ പ്രതികരണമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നാണ്. കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വേളയിൽ എത്രയും ശബരിമലയും കൂടെ പറഞ്ഞാണ് അവർ വോട്ട് നേടിയെടുത്തത്. ആ UDF നിയമസഭയിലെത്തുമ്പോൾ അല്ലേ, അധികാരത്തിൽ അവരാണ്. അപ്പോൾ അവർ അധികാരത്തിലെത്തുമ്പോൾ അവർ ഈ ശബരിമല വിഷയത്തിൽ എന്ത് നടപടിയാണ് കൈക്കൊള്ളുന്നതെന്ന് കാണാൻ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ടെന്നാണ് വി. മുരളീധരൻ പറഞ്ഞത്. സത്യവുമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് റോങ്ങായ നീക്കം ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ NDAയുടെ MLAമാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസവും. ഇതുവരെ അങ്ങനെ വിശ്വാസികളുടെ ഭാഗം സംസാരിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു. അവിടെയാണ് ഈ പറഞ്ഞ മുന്നണികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. കാര്യം ചില വിഷയങ്ങൾ വരുമ്പോൾ അത് നിയമസഭയ്ക്കകത്ത് ഇടതു വലതു മുന്നണികളുടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളായി, ചില ഒതുക്കി തീർപ്പുകളായി മാറുന്നു. പക്ഷേ ഇനി അത്തരത്തിലുള്ള ഒതുക്കി തീർപ്പുകളോ അഡ്ജസ്റ്റ്മെൻറ്റുകളോ നടക്കില്ല എന്ന് സാരം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്, കേരളം ഭീകരവാദത്തിൻ്റെ ഒരു കളിത്തൊട്ടിലാണ്. ഇവിടെ ലവ് ജിഹാദ് കേസുകൾ പോലുള്ള കേസുകളില്ല എന്നാണ് പലപ്പോഴായി UDFും LDFും വാദിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഫലത്തിൽ നമുക്ക് ലഭിക്കുന്ന തെളിവുകൾ അങ്ങനത്തതല്ല. ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മതപരിവർത്തനം ശ്രമം നടത്തിയിട്ടുണ്ട്. ആ മതപരിവർത്തനത്തിനോടൊപ്പം ഡിജിറ്റൽ ജിഹാദ് കേരളത്തിൽ നിന്നാണ് ISIS ഭീകരൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് വെച്ച് എയർപോർട്ടിൽ പിടിയിലായത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി തൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ട് ISIS ക്യാമ്പിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ട് പോയി തത്വമയി ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളെ ഇവർ ഒരുമിച്ച് ചേർന്ന് എതിർക്കുന്നുണ്ട്. തെളിവുകൾ മുന്നിൽ വരുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്ത് ചൂണ്ടിക്കാണിക്കുകയും ഇത് ഇങ്ങനത്തെ വിഷയങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വേണം എന്ന പിൻ പോയിന്റിൽ നിർത്തിക്കൊണ്ട് കേരള നിയമസഭയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊന്നും സാധിച്ചിരുന്നില്ല. ഇനി വരാൻ പോകുന്ന കാലം എങ്ങനെയായിരിക്കും? ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തായാലും അവർക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. കാര്യം ഒന്നുകിൽ വ്യക്തമായ മറുപടി, ഇനി അഴകുഴമ്പൻ മറുപടികൾക്കും ഇത്തരത്തിലുള്ള ഒഴുക്കൻ മറുപടികൾക്കും ഒന്നും സ്ഥാനമില്ല. ഒന്നുകിൽ അവർ എടുക്കാൻ പോകുന്ന നടപടി എന്താണെന്ന് കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ അവർ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ BJPയുടെ MLAമാരുണ്ട്. ഇനി മറിച്ച് അതല്ല, ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു തന്നിഷ്ടത്തിൻ്റെ പുറത്ത് മറിച്ചൊരു നിലപാട് എടുക്കുന്നെങ്കിൽ അത് ചോദ്യം ചെയ്യാനും അവിടെ ഈ പറഞ്ഞ MLAമാരുണ്ട്. അതുകൊണ്ട് UDF 104 സീറ്റിൽ വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവർക്ക് നിയമസഭയിൽ ഭരണം കൊണ്ടുപോകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ഇത്തരത്തിലുള്ള ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ LDF ചോദിക്കാത്ത ചോദ്യങ്ങൾ, പ്രതിപക്ഷത്തിരിക്കുന്ന LDF ചോദിക്കാത്ത ചോദ്യങ്ങൾ ഈ 3 MLAമാരും ചേർന്ന് ഉന്നയിച്ചേക്കാം. അതിന് കൃത്യമായി ഉത്തരം പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അവർക്ക് ചോദിക്കാൻ സാധിക്കില്ല. കാരണം LDFിൻ്റെ ഒരു വലിയ പിന്തുണ ലഭിച്ചത് SDPIയിൽ നിന്നാണ്. SDPI ആണ് ഈ കാര്യങ്ങളിലൊക്കെയും നെടുനായകത്വം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ നിമിഷ ഫാത്തിമ മതം മാറിയതിന് ശേഷം നിമിഷ ഫാത്തിമ ISISലേക്ക് എത്തുന്നത് വരെ നിമിഷ ഫാത്തിമയുടെ പല കാര്യങ്ങൾക്ക് പിന്നിൽ SDPI ഉണ്ടായിരുന്നു. അവരുടെ അതല്ല, ഇപ്പം വളരെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ എമ്പുരാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലവും കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലവും ഒക്കെ തന്നെയാണ് ഉദാഹരണം. രണ്ടും ഈ പറഞ്ഞതുപോലെ എന്താ ക്രിയാത്മക സൃഷ്ടികളാണ്. ഇവർക്കൊരു സ്ഥിരം വാക്കുണ്ടല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുന്നത് തന്നെയാണ് ഈ 2 ചിത്രങ്ങൾ. പക്ഷേ ഒരെണ്ണം വരുമ്പോൾ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം, മറ്റത് ഈ പറയുന്നത് പോലെ സമൂഹത്തെ കരിവാരി തേക്കാൻ ഉണ്ടാക്കുന്ന ചിത്രം. ഇത് എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത്? അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മനസ്സിലായില്ല. അതെ, ദുരന്തർ മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വന്നിട്ടില്ല. എന്തായാലും അത് മാത്രമല്ല, ഇലക്ഷൻ്റെ തിരക്കിൻ്റെ ഇടയിലും ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇനി UDFും LDFും ഒരുമിച്ച് NDA MLAമാർക്ക് മുന്നിൽ വെള്ളം കുടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം അത് ഈ കൃത്യമായി ചോദിക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ് നിയമസഭയിൽ BJPയുടെ പ്രതിനിധികളായി എത്തുന്നു എന്നുള്ളതാണ്. അതിൽ 2 പേർ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചവരാണ്. അപ്പോൾ അവർക്കത് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട ഇത്തരം വിഷയങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF വളരെയധികം വേർക്കും നിയമസഭയിൽ. പിന്നെ അതോടൊപ്പം തന്നെ ഈ പല ബില്ലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ചില ഏറ്റവും ജനങ്ങൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു PM ശ്രീ പോലുള്ള പ്രൊജക്റ്റുകൾ,
അതോടൊപ്പം തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊജക്റ്റുകൾ അവർ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നില്ല. ആ ഫണ്ടുകൾ പലതും ലാപ്സായി പോകുന്നു. നടത്തുന്നില്ല മാത്രമല്ല, പലതും അവർ നടത്തുന്നുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ക്രെഡിറ്റിലേക്ക് വകമാറ്റിക്കൊണ്ട് പലതും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് കാര്യം. എന്താണ് കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതറിയാവുന്ന 3 പേർ അതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇത് മെയ്ഡ് ഇൻ കേരളയാണ് അല്ലെങ്കിൽ ഇത് മേക്ക് ഇൻ കേരളയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഫണ്ട് വിനിയോഗം. നേരത്തെ ഈ പറഞ്ഞതുപോലെ അതും ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒരു പദ്ധതി വരുമ്പോൾ അതിന്റെ ഫണ്ട് വിനിയോഗം എങ്ങനെയാണെന്നുള്ളത് അല്പസ്വല്പമൊക്കെ കണ്ണടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും UDF ഉം LDF ഉം സഹായിച്ചുകൊണ്ടിരുന്നു. ഇനി അതിലും ഈ പറഞ്ഞതുപോലെ ഒരു മേൽനോട്ടം ഉണ്ടാകും, ഒരു സൂപ്പർവിഷൻ ഉണ്ടാകും, സഭാരേഖകൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും കൃത്യമായി. അത്തരത്തിൽ അങ്ങനെ ഈ സഭാരേഖകളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മറ്റൊരു കാര്യം കൂടിയാണ്. കാരണം PM ശ്രീ പോലുള്ള ചില പ്രോജക്റ്റുകൾ മനഃപൂർവ്വം തന്നെ ലാഗ് ചെയ്ത് ആ ഫണ്ട് ലാപ്സായി പോകുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഭാരതവുമായി എന്തെങ്കിലും ബന്ധമുണ്ട് ആ വിഷയങ്ങൾക്കെങ്കിൽ ചരിത്രപരമായി വിദ്യാർത്ഥികൾക്ക് ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം, പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും ചരിത്രം നമ്മൾ പഠിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വ്യക്തി രൂപീകരണത്തിൻ്റെ കൂടി സമയമാണ്. കാരണം ആ വ്യക്തി ചരിത്രം പഠിച്ചുവെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാവൂ. എന്തിനാണ് നമ്മൾ നവോത്ഥാനത്തിൻ്റെ ചരിത്രം പഠിക്കുന്നത്? ഇങ്ങനെയൊരു ചരിത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം പഠിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചു വന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് സമൂഹത്തോട് പ്രതികരിക്കേണ്ടത്, ഈ രീതിയിൽ സമൂഹത്തോട് സംവദിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അങ്ങനെ ചരിത്രം പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ക്രിയാത്മകമായി എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങളെ കൂടി അട്ടിമറിക്കുവാനുള്ള ഒരു വ്യാപകമായിട്ടുള്ള വളരെ കൃത്യവും ആസൂത്രിതവുമായിട്ടുള്ള ശ്രമം നടക്കുന്നു. കാരണം ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ ഭാരതത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കി വരുന്ന വിദ്യാർത്ഥികൾ ഭാരതീയമായ ചിന്താഗതിയോടുകൂടിയായിരിക്കും. നേരത്തെ ബ്രിട്ടൻ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു. കാരണം ഭാരതത്തിൻ്റെ സംസ്കാരം ഒരു വിദ്യാർത്ഥിയും പഠിക്കുവാൻ പാടില്ല. വേഷത്തിലും രൂപത്തിലും അവർ ഇന്ത്യക്കാരനാണെങ്കിലും സ്വഭാവത്തിൽ അവർ ബ്രിട്ടീഷുകാരനാകുന്ന ബ്രിട്ടീഷ് അടിമത്വം, ബ്രിട്ടീഷ് വിധേയത്വമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുവാനാണ് അവർ ശ്രമം നടത്തിയത്. അതേ പാതയിൽ നമ്മുടെ വിദ്യാഭ്യാസ നയം ഇപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുവാനാണ് ഇടത് വലത് മുന്നണികൾ ശ്രമിക്കുന്നത്. അവിടെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഭാരതീയതയുണ്ടാവില്ല, ഭാരതത്തിൻ്റെ പൈതൃകം മനസ്സിലാക്കുവാൻ കഴിയില്ല. അതിനൊക്കെ കൊള്ളി വയ്ക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഇനി അവർക്ക് എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും നേരിടാൻ പോകുന്നത്? അല്ല, അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവർക്ക് ഈ പ്രത്യേകിച്ചും LDFന് നമുക്കറിയാം അവരുടേതായ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് വൈദഗ്ധ്യം നേടിയ ആൾക്കാരാണ് അവർ, അല്ലേ? AKG ക്യാപ്സ്യൂൾ എന്നുള്ള പേര് പോലും ഉണ്ട്, AKG സെൻട്രൽ ക്യാപ്സ്യൂൾ എന്നുള്ള. അപ്പോൾ അതുപോലെ തന്നെ UDFനും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവരുടേതായ മുടന്തൻ ന്യായങ്ങളും അവരുടേതായ ചില കാച്ചിക്കുറുക്കലുകളും ഉണ്ടാക്കിയെടുക്കാൻ, അവരുടെ ഒരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു നാളിതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അത്തരം ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ജനങ്ങളുടെ ഒരു 6 കണ്ണുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ജനങ്ങളുടെ കണ്ണുകളാണത്. ആ 6 കണ്ണുകൾ കൃത്യമായി കാര്യങ്ങൾ ചോദ്യം ചെയ്യും, കൃത്യമായി കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാധ്യമലോകം അറിയുകയും ചെയ്യും, ഇത് വാർത്തയാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞത്, UDF 104 സീറ്റ് പിടിച്ച് വലിയ ഭരണമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അവർക്ക് ഭരിക്കുക എന്നുള്ളത് ഒരു ഘട്ടത്തിലും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. കാര്യം തുടക്കത്തിൽ അവരുടേതായ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രി തീരുമാനങ്ങളടക്കമുള്ള കാര്യങ്ങൾ, വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ LDF അവർക്കൊരു പ്രശ്നക്കാരനെ അല്ലായിരിക്കും, പക്ഷേ NDA അവർക്കെന്നും ഒരു പ്രശ്നക്കാരനായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ചോദ്യങ്ങളുണ്ടാകും. SDPA സെക്കുലർ എന്ന് പറഞ്ഞ UDF അവിടെ വരികയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റു ചില നയങ്ങളുണ്ട്. എറണാകുളം ജില്ലയെ 2ആയിട്ട് വിഭജിക്കുക, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ജില്ല ഉണ്ടാക്കുക, അതോടൊപ്പം മലപ്പുറത്തെ 2 ജില്ലയാക്കുക, കേരള സംസ്ഥാനത്തിൽ ഇതൊക്കെ കാലാകാലങ്ങളിലായി UDFന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവർ തന്നെ കൊണ്ടുവന്ന പുത്തൻ ആശയങ്ങളായിരുന്നു. മലബാർ ഒരു പ്രത്യേക സ്റ്റേറ്റായി പ്രഖ്യാപിച്ച് അവിടെ ഒരു പ്രത്യേക മുഖ്യമന്ത്രി വേണം എന്നുള്ളൊരു ആവശ്യം പോലും ഉയരാൻ സാധ്യതയുണ്ട്, അല്ലേ? ഏറെക്കുറെ. അപ്പോൾ ഇതിപ്പം ലീഗ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്നുള്ള പദവിക്ക് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞതുപോലെ UDFന് അത്ര എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒന്നാമതേ ഇത് പണ്ടേ കാലമല്ല, അതിൻ്റെ തെളിവാണല്ലോ. പണ്ടേ കാലമായിരുന്നെങ്കിൽ ഇപ്പോഴും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആയേനെ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് തെളിയിച്ചു. അവർ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്താണ്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ അവർ അപ്പോൾ അറിയുന്നുണ്ട്. ദേശാഭിമാനിയിലൂടെ പടച്ചുവിടുന്ന കാര്യങ്ങൾ മാത്രം വായിച്ച് വാർത്ത വിശ്വസിച്ചിരുന്ന ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു.
അതുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങളൊന്നും യു ഡി എഫിനും എൽ ഡി എഫിനും ഇവിടെ നടപ്പാവില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമാണ്. അല്ല, ഈ രണ്ട് ജില്ലകൾ, അത് മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടും എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടും 2 ജില്ലകൾ വരുമ്പോൾ 2 ജില്ലകൾക്ക് വേണ്ടിയിട്ട് ഇവർ പിടിവാദം നടത്തുന്നത് മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ ഈ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം, അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, എന്തായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ വിവിധ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഇസ്ലാമിക സംഘടനകൾ, ഇവരെല്ലാവരും തന്നെ ഈ വാദം ഉന്നയിച്ചുകൊണ്ട് മുന്നിലേക്ക് വരും. അല്ല, ഈ ഒരു കാര്യം വ്യക്തമാണ്, ഇതൊക്കെ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുമ്പോഴും നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് യു ഡി എഫിന്റെ ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയമുണ്ട്. അവിടെ ഒരു എൽ ഡി എഫും, അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രതിപക്ഷത്തിരിക്കുന്ന എൽ ഡി എഫിനും ഭരണപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ സ്വീകരിക്കാൻ ഇനി ഒരു സാഹചര്യത്തിലും അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവർ ഓരോ നീക്കം നടത്തുന്നത് ഇനി ശ്രദ്ധയോടെയായിരിക്കും. വെറുതെ പണ്ടൊക്കെ ചുമ്മാ ഇരുന്ന് പ്രസ്താവനകൾ ഇറക്കാം, പല കാര്യങ്ങളും ഇവർക്ക് മറുപടിയായി പറയാം. ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. അതിനൊക്കെ ഇവർ മറുപടി പറയേണ്ടി വരും. നിയമസഭയിൽ ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നത് പോലും വളരെയധികം സൂക്ഷിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഗൗരവകരമായി തന്നെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും യു ഡി എഫ് ഭരണപക്ഷത്തിരുന്നു കൊണ്ട് മുന്നോട്ട് പോവുക. പ്രതിപക്ഷത്തിരിക്കുന്ന എൽ ഡി എഫിനും വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ കണ്ണുകളായിട്ടാണ് ഈ 3 MLA-മാരും നിയമസഭയിലേക്ക് എത്തുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ചില സിനിമകളിലെ പോലെ നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു അടി അവന് കൊടുത്തിരുന്നെങ്കിൽ, നായകൻ ഒരു അടി അടിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഒക്കെ ചില സിനിമകൾ ഇനി അങ്ങനെ കൊടുക്കേണ്ട സമയങ്ങളിലുള്ള അടി മിസ്സാവില്ല എന്ന് ആ കൃത്യസമയത്ത് അത് കിട്ടും. അത് കിട്ടുമ്പോൾ ഈ ഒടുങ്ങേണ്ട സാധനങ്ങളൊക്കെ ഇവരെന്തേ ആ ചോദ്യം ചോദിക്കാത്തത് എന്ന് തോന്നിപ്പോകുന്ന ചില മുഹൂർത്തങ്ങൾ, ആ മുഹൂർത്തങ്ങളിൽ കൃത്യമായിട്ടും ജനങ്ങളുടെ നാവായി അവർ പ്രവർത്തിക്കും. ഹരി, പാർലമെന്റിൽ തന്നെ സുരേഷ് ഗോപിയൊക്കെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു മാറ്റം നമ്മൾ കണ്ടല്ലോ. ബ്രിട്ടാസൊക്കെ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് അടിച്ച് ഇരുത്താനും പറ്റി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിയമസഭയിൽ കാണുന്ന ചോദ്യോത്തര വേളയൊക്കെ അതിഗംഭീരമായിരിക്കും. കാര്യം അവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടിയും അഭിപ്രായവും പറയാൻ കെൽപ്പുള്ള 3 പേർ തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. വാട്ടർ അതോറിറ്റിയിൽ എക്സ്ട്രാ ബില്ല് അടയ്ക്കേണ്ടി വരും, വെള്ളം കൂടുതൽ കുടിക്കേണ്ടി വരും. അതെ, വെള്ളം കൂടുതൽ കുടിക്കേണ്ടി വരും. വേണ്ടി വന്നേക്കുമല്ലേ? അതെ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.